പത്തനംതിട്ടയിൽ നിന്ന് നൃപൻ കൂടി ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. നൃപൻ, സംസ്ഥാന സർക്കാരിന്റെ അഞ്ചാം വർഷത്തിലേക്കുള്ള നീക്കം, ഒപ്പം തന്നെ 4ാം വാർഷികാഘോഷം, ആ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പോയ ഒരു 9 വർഷക്കാലം കേരളം എങ്ങനെ മുന്നേറി, എന്തൊക്കെ വെല്ലുവിളികളെ അതിജീവിച്ചു ഒക്കെ എടുത്തു പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ല സർക്കാരിന്റെ ഭരണകാലത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് കൂടി സംസാരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ജില്ലാതല യോഗത്തെ അഭിസംബോധന ചെയ്തത്. തീർച്ചയായും മനു, അത് വേറിട്ട ഒരു അനുഭവം എന്ന് തന്നെ പറയാം. കാരണം സർക്കാരിനെ വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരം നൽകുന്നു. പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 2016 മുതൽ 2025 വരെയുള്ള താരതമ്യം ആ സർക്കാർ തന്നെ മുഖ്യമന്ത്രി മുന്നോട്ട് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. പത്തനംതിട്ട 3ാമത്തെ യോഗമാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് വയനാട് കഴിഞ്ഞ് പത്തനംതിട്ടയിൽ എത്തുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ ജനങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നതാണ്. 500-ലധികം പേരാണ് വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആൾക്കാരുണ്ട്, പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, IT മേഖല, വ്യവസായം, ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവർ, മത മേലധ്യക്ഷന്മാർ, സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അങ്ങനെ വിവിധ മേഖലയിലുള്ളവർ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾക്കൊപ്പം ഇനി ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. നവകേരള നിർമ്മിതി എന്ന് പറയുന്നത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ്. അതിൽ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ വേണം. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നിൽ വച്ചിട്ടുള്ളത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവ തിരുത്തുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെ സശ്രദ്ധം കേട്ട് അത് എഴുതിയെടുക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമായി മറുപടി നൽകി. അതിനുശേഷമാണ്, അല്പം മുമ്പാണ് ഇവിടെ നടന്ന യോഗം അവസാനിച്ചത്. 10:30 മണിക്ക് ആരംഭിച്ച യോഗം 1 മണിക്കാണ്, 1 മണി കഴിഞ്ഞു ആ യോഗം അവസാനിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഉന്നയിച്ച വിഷയങ്ങളിൽ നേരത്തെ ഉന്നയിച്ച പലരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നതാണ്. അവർ തന്നെ തങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി മുന്നിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പുതിയ നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചത്. പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി വേണമായിരുന്നു. അത് വലിയ തരത്തിൽ ഈ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് മുൻപ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ പരിഗണനയുമായി ബന്ധപ്പെട്ടും ജനങ്ങൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്. അത് പരിഹരിക്കപ്പെട്ടു. അത് വ്യവസായ വകുപ്പ് അത് സുതാര്യമാക്കി, ഏകജാലക സിസ്റ്റത്തിലേക്ക് മാറി. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി മാത്രം ലഭിച്ചാൽ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനാകും. അങ്ങനെ ഹൃദ്യം പദ്ധതിയിൽ ഹൃദയ ചികിത്സ നടത്തിയ ഒരു വിദ്യാർത്ഥി, അയാൾ തന്നെ നേരിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം, ആ കുട്ടിയുടെ അനുഭവം പറഞ്ഞു. കൂടുതൽ പേർക്ക് ചികിത്സ ലഭിക്കും, അങ്ങനെ എന്തെങ്കിലും ശാരീരിക പ്രശ്നമുള്ളവർക്ക് സർക്കാർ കൈത്താങ്ങായി ഉണ്ട് എന്ന അനുഭവം പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് സമഗ്രമായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിന്നിടത്ത് നിൽക്കുകയില്ല. 2016 ഉണ്ടായ പ്രതിസന്ധി, 2016 വരെ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് കേരളം ബഹുദൂരം മുന്നോട്ട് പോകുന്നു. ഇനി ഈ തുടർച്ചയുണ്ടാകണം. നവകേരള നിർമ്മിതി എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങൾക്കും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കാനാകണം. അതിൻ്റെ ഒരു സമഗ്ര സർവ്വതല സ്പർശിയായ വികസനമാണ് ഇടതു സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനനുസരിച്ചുള്ള ക്രിയാത്മകമായ ചിന്തകൾ, ജനങ്ങളുടെ അഭിലാഷങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ, അവയൊക്കെ സ്വീകരിക്കുന്ന ചടങ്ങായി പത്തനംതിട്ടയിലെ ജില്ലയിലെ നേതൃയോഗവും ജില്ലാതല യോഗവും മാറി. മനു. ശരി, നൃപൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.